Acha, does love happen twice? ട്വൈസോ? രണ്ടല്ല, മൂന്നോ നാലോ എത്ര തവണ വേണമെങ്കിലും സ്നേഹം, പ്രണയം സംഭവിക്കാം. പക്ഷേ ഒരിക്കൽ ട്രൂ ലവിനെ കണ്ടെത്തിയാൽ, എക്സ്പീരിയൻസ് ചെയ്താൽ, പിന്നെ അതിൽ നിന്നൊരു പടിയിറക്കം സാധ്യമല്ല. ആ വ്യക്തി അല്ലാതെ നമുക്ക് വേറെ ആരെയും പിന്നീട് ഉൾക്കൊള്ളാൻ കഴിയില്ല. അമ്മയായിരുന്നു അച്ഛന്റെ ട്രൂ ലവ്. അതുകൊണ്ടാണോ അച്ഛൻ പിന്നീട് വേറെ കല്യാണം നോക്കാഞ്ഞത്? നിന്റെ ചോദ്യത്തിന് ഒന്നല്ല, ഒരുപാട് മറുപടിയുണ്ട്. നിന്റെ അമ്മയെക്കുറിച്ച് ഞാൻ കാര്യമായി നിന്നോട് അധികം സംസാരിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. എന്നെപ്പോലെ നീയും അവളില്ലാത്ത ശൂന്യതയിൽ ശ്വാസം കിട്ടാതെ ജീവിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. നിന്റെ അമ്മ ഒരു പാവമായിരുന്നു. ഞാൻ നിന്റെ അമ്മയെ ആദ്യമായി കാണുന്നത് ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്നാണ്. പെണ്ണുകാണല് പോലും ഇല്ലാതെ നടന്നൊരു കല്യാണം. ഞാൻ പൂനെയിലായിരുന്നല്ലോ. വീട്ടുകാരെല്ലാരും കൂടെ പറഞ്ഞുറപ്പിച്ചു ഞാൻ വന്ന് നിന്റെ അമ്മയെ കല്യാണം കഴിച്ചു. ആദ്യം ഒരു വീട്ടിൽ കഴിയുന്ന രണ്ട് അപരിചിതരെ പോലെയായിരുന്നു ഞങ്ങൾ. പക്ഷേ നിന്റെ അമ്മ എന്നെ ഒരു കുഞ്ഞു കൊച്ചിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരുന്നു. എനിക്കവളൊരു അത്ഭുതമായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നൊരു പാവം. അവൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹം നൽകി അവളെ വീർപ്പുമുട്ടിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നിന്നെ എന്റെ കൈകളിലേക്ക് തന്നപ്പോഴും അവളെ അതുപോലെ കയ്യിൽ കൊണ്ട് നടക്കണമെന്നായിരുന്നു. പക്ഷേ ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകണമെന്നാണല്ലോ. ചിറകുണ്ടെങ്കിലല്ലേ പറക്കാൻ കഴിയൂ. എന്റെ ആഗ്രഹങ്ങൾക്ക് ചിറക് നൽകാൻ സാധിച്ചില്ല. പിന്നെങ്ങനെ പറക്കും? നിന്റെ അമ്മയ്ക്ക് ആവോളം സ്നേഹം നൽകാൻ കഴിയാഞ്ഞ എനിക്ക് എന്നെങ്കിലും അവളെ മറന്ന് ജീവിക്കാൻ കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ വളർച്ചയിൽ ആശ്വാസം കണ്ടെത്താൻ മാത്രമേ എനിക്ക് ആകെ സാധിച്ചിരുന്നുള്ളൂ. ഹൃദയ, നീ നിന്റെ ട്രൂ ലവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആവോളം സ്നേഹം നൽകിയേക്കണം. സമയം ആരെയും കാത്തിരിക്കില്ല. ഗുഡ് നൈറ്റ് മോളെ. என்ன விலையழகே, என்ன விலையழகே, சொன்ன விலைக்கு வாங்க வருவே, விலையுயிரென்றாலும் தருவே, இந்த அழகை கண்டு வியந்து போகிறே, ஒரு மொழி இல்லாமல் மௌனமாகிறே. என்ன விலையழகே, சொன்ன விலைக்கு வாங்க வருவே, விலையுயிரென்றாலும் தருவே, அந்த அழகை கண்டு வியந்து போகிறேன். ஒரு மொழி இல்லாமல் மௌனமாகிறேன். ഇനി വിളിക്കണോ? സമയം 10. ഉറങ്ങിക്കാണോ? വിളിച്ചേക്കാല്ലേ? മോശമൊന്നും ഇല്ലല്ലോ അല്ലേ? ഓഫീസ് കാര്യങ്ങൾ ചോദിക്കാം. Why I am dying to hear him? യാത്രാക്ഷീണം is laughing in a corner. ഉറങ്ങിക്കൂടെ ഹൃദയ നിനക്ക്? I am going to call him. എന്താ ഹൃദയ? ഒന്നുമില്ല സർ, എല്ലാം ഓക്കെ ആയിരുന്നു എന്നറിയാൻ. I think I disturbed you. Sorry. Good night. കുന്തം വിളിക്കണ്ടായിരുന്നു. എന്തിനാ എടുക്കുന്നില്ല? എടുക്കാതിരിക്കാൻ പറ്റണ്ടേ? കുന്തം. ഹലോ, എന്താ സർ? ഓഫീസിലെ കാര്യം ചോദിച്ചു വെച്ചു. ദാറ്റ്സ് ഓൾ. സർ സംസാരിക്കാൻ റെഡിയല്ലെന്ന് തോന്നി. തോന്നൽ തന്റെ അല്ലേ? ഞാൻ പറഞ്ഞില്ലല്ലോ. സോറി സർ, ഇനി തോന്നലുണ്ടായാൽ ഞാൻ അതിനെ മുളയിലെ നുള്ളിക്കളഞ്ഞോളാം. എല്ലാ തോന്നലുകളും നുള്ളിക്കളയേണ്ട കാര്യമില്ല. ചില തോന്നലുകൾ ശരിയാണെങ്കിലോ? സർ ഫുഡ് കഴിച്ചോ? ചോദിക്കാൻ വേറൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഈ ക്രിഞ്ച് ചോദ്യം? സുഖവിവരം ചോദിക്കുന്നത് ക്രിഞ്ചാണോ? സുഖവിവരം അന്വേഷിക്കുന്നത് നമ്മളെ പറ്റി ഊഹമില്ലാത്തവരല്ലേ ഹൃദയ? എപ്പോഴും കൂടെയുള്ള ആൾക്ക് ആളെ പറ്റി ചോദിച്ചിട്ട് വേണോ അറിയാൻ? ഹൃദയനെ പറ, പേഴ്സണൽ ഡിന്നർ ടൈം ബിറ്റ്വീൻ 9 and 9:30. ഇപ്പോൾ സമയം 10:34. Do you really think I'm having an empty stomach now? No sir. അപ്പോൾ ആ ചോദിച്ച ചോദ്യം ജസ്റ്റ് ഫോർമാലിറ്റി അല്ലേ? നമുക്കിടയിൽ എപ്പോഴും ഈ ഫോർമാലിറ്റി ഒക്കെ വന്നത്? സർ അബ്നോർമലായി സംസാരിക്കുന്നു.
ആദ്യം ഹൃദയല്ലേ ആബ്നോർമലായി സംസാരിച്ചത്. ഓക്കെ, മൈ മിസ്റ്റേക്ക്, ഐ അഡ്മിറ്റ്. സാറിന് എന്ത് പറ്റി? ഒരു ഉഷാറില്ലല്ലോ. എന്റെ ഉഷാറ് നാട്ടിൽ പോയേക്കുമല്ലേ. സാറിന് അപ്പോൾ ഫ്ലേർട്ട് ചെയ്യാനും സ്കില്ലുണ്ടല്ലേ? ഐ എം നോട്ട് ഫ്ലർട്ടിംഗ്, ഐ എം ജസ്റ്റ് സ്പില്ലിംഗ് ദ ട്രൂത്ത്. അപ്പോൾ ഇനി മൺഡേ വരെയും ഉഷാറ് കാണില്ല എന്നാണോ? മൺഡേക്ക് മുന്നേ ഉഷാറിന് തിരികെ വരണമെങ്കിൽ ആവാലോ. എന്നാൽ ഉഷാറുണ്ടായത് തന്നെ. അറ്റ്ലീസ്റ്റ് തനിക്കിതുപോലെ ഇടയ്ക്കെങ്കിലും വിളിക്കാം. സാറിനും ആകാം. ഹൃദയ, നമുക്ക് സിലിനൊരു കഥയിലെ ഒരു സീൻ റീക്രിയേറ്റ് ചെയ്താലോ? ഏത് സീൻ? ഞാനിപ്പോൾ അങ്ങോട്ട് വരട്ടെ. ഇങ്ങോട്ടോ? നടക്കുന്ന കാര്യം പറ സർ. എന്താ നടന്ന? ഐഷുവിന്റെ അരികിലേക്ക് ഗൗതം ഒരു ചിത്രശലഭത്തെ പോലെ പറന്നു പറന്നു വരുന്ന പോലെ ഹർഷദ ഹൃദയയുടെ അരികിലേക്ക് വരുന്നു. ഞാൻ ഇമാജിൻ ചെയ്യണമെന്നാണോ? ഇമാജിൻ ഒന്നും ചെയ്യണ്ട, പകരം തന്റെ കറണ്ട് ലൊക്കേഷൻ ഒന്ന് അയച്ചു തന്നാ മതി. No way. Are you joking? Why should I? I'm serious here. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. സാറിന് എങ്ങനെയായാലും ഇവിടെ എത്താൻ കഴിയില്ല. Don't forget that I'm your boss. I have your address. രാത്രിയാണ്ട് ചോദിക്കാൻ നാട്ടുകാരെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് മഹദിയുടെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാൻ പറഞ്ഞേ. സർ എന്ത് ഉദ്ദേശത്തിലാ? സർ ഈ നേരത്തെ വന്നാൽ how could I manage? How you will manage? സർ ഇത് നാട്ടിൻപുറവാ, ഇവിടുത്തെ കാര്യം സാധാ ആൾക്കാർ. സർ is it a prank? Sorry ഹൃദയ, പ്രാങ്ക് എന്ന് പറയാൻ പറ്റില്ല. I was testing you. എന്ത് ടെസ്റ്റിംഗ്? I just want to see your reaction. സാറിനെ ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുമായിരുന്നു. എന്താ സാറിനെ വിളിക്കരുതെന്നോ? No, sir എന്ന് വിളിക്കരുതെന്ന്. പകരം call me Harsh. സോറി സർ. I think Harsh sounds prettier than sir coming from you. Excuse me, sir. Why it sounds like you are flirting? Hridaya, don't try to change the topic. Call me Harsh. Sir, please. ഹർഷ് എന്ന് വിളിക്കാതെ ഞാനോ താനോ ഈ കോള് കട്ട് ചെയ്യത്തുമില്ല, ഇന്ന് ഉറങ്ങത്തുമില്ല. ട്രൈ. Sir. ഹൃദയ. Harsh. ഹൃദയ, താനിത് വിശ്വസിച്ചാലില്ലെങ്കിലും ആക്ച്വലി I get justified when you call me by my name. Sir, ഞാൻ ഫോൺ വെക്കുക. ഹൃദയ, not again. ഹർഷ്, പോയി ഉറങ്ങ. നേരം കുറേയായി, രാവിലെ ഓഫീസിൽ പോകണ്ടേ? Okay, but എനിക്ക് എന്നും നൈറ്റ് ഇതുപോലെ ഒരു കോള് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? I won't sleep until I get a call from you. And I'm waiting for your arrival. Make it fast if possible. Good night. ഈ മനുഷ്യനത് എന്ത് ഉദ്ദേശത്തിലാ? Why the hell I'm blushing? na 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 na